ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അമ്മ, ഞാനേ ചേച്ചി വിളിക്കാൻ വേണ്ടി ഇതിനകത്ത് വന്നത്. പെട്ടെന്ന് ദേ ആ ബൾബില്ലേ, അത് കത്തും കെടുകയും ഒക്കെ ചെയ്യുമായിരുന്നു. പിന്നെ നോക്കുമ്പോ കട്ടിലടിയിന്നും അവിടെ നിന്നൊക്കെ പുക വന്നോണ്ടിരിക്കുക. പിന്നെ ദേ ആ ജനലിന് അവിടെ നിന്നൊരു കറുത്ത രൂപം വന്നെന്നെ പേടിപ്പിച്ചു. പിന്നെ ദേ ഇവിടെ നിന്നൊരു വികൃതമായ രൂപം. വരുൺ കിടന്ന് ഉറങ്ങുന്നു കരുതി ഞാൻ രക്ഷിക്കണമെന്ന് പറയാൻ വരുണിനടുത്തേക്ക് ചെന്നതാ. പുതപ്പ് മാറ്റി നോക്കിയപ്പോ അവിടെ വേറൊരു പ്രേതം. എന്നിട്ട് എല്ലാരും കൂടി എന്നെ കൊല്ലാനായിട്ട് വന്നു. പ്രിയമോളുടെ കരച്ചിൽ കേട്ട് ഞാൻ അകത്തേക്ക് വന്ന് നോക്കുമ്പോ അത് തന്നെയാ സ്ഥിതി പത്മിനി. ഇവിടെ എന്തോ കുഴപ്പമുണ്ട്. സുഖായി. ഇവിടെ ഒരാത്മാവോ രക്ഷസോ എന്തൊക്കെയോ ഉണ്ട്. പ്രിയങ്കമ്മൾക്ക് എന്താ തോന്നുന്നേ? അതെ അമ്മേ, ഇത്ര പെട്ടെന്ന് ഈ മുറി തിരിച്ച് ഇങ്ങനെയായെന്നും എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. സുകുമാരിയമ്മേ, പ്രിയങ്കയുടെ ബുദ്ധി നേരെയായോ? പ്രിയങ്ക ഇപ്പോ നല്ല ഭംഗിയായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ, നമ്മളൊക്കെ സംസാരിക്കുന്ന പോലെ. അതെ, പെട്ടെന്ന് പേടി തട്ടിയപ്പോഴേ ബുദ്ധി കുറച്ച് നേരത്തേക്ക് നേരെയായതാവും. സാധാരണ പേടി തട്ടിയാ കുറച്ചു നേരത്തേക്ക് ബുദ്ധി പ്രവർത്തിക്കില്ലല്ലോ. ഇതിപ്പോ നേരെ മറിച്ചാണല്ലോ. ഓ, എനിക്ക് അതൊന്നും അറിഞ്ഞൂടാ പത്മിനി. മുത്തശ്ശി, നമുക്ക് പോയി കിടക്കാം. കണ്ടോ, ഇത്രേ ഉള്ളൂ. ഇപ്പൊ പഴയതുപോലെ ആയത് കണ്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റത്തിന്റെ ഒരു ചെറിയ മിന്നലാട്ടം കാണും. അപ്പൊ തന്നെ അതങ്ങ് പോവുകയും ചെയ്യും. അമ്മേ, ഞാന് ഇവിടെ ചേച്ചിയുടെ കൂടെ കിടന്നോട്ടെ. മിണ്ടി പോകരുത്. വരണ്ട മുറിയുടെ വാതിലിന് മുന്നിൽ ഇനി നിന്നെ കണ്ടുപോകരുത്. ഓടി. നിങ്ങൾ എന്തു നോക്കി നിൽക്കുവാ? ബുദ്ധിയില്ലാത്ത കൊച്ചു കയറിപ്പോയെന്നും പറഞ്ഞ് രണ്ടുപേരും ഉറങ്ങുന്ന മുറിയിലേക്ക് കയറിപ്പോവാൻ നാണമില്ലേ നിങ്ങൾക്ക്? അല്ല, അത് പിന്നെ പത്മിനിയും ഞാനേ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. പകലും സ്വയം തരില്ല, രാത്രിയിലും സ്വയം തരില്ല. നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. അമ്മ വരുന്നില്ലേ? നീ പൊയ്ക്കോ, ഞാൻ വന്നോളാം.